ഓഡീഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ആ വീഡിയോയിൽ തന്നെ, ആ ഒരു ആഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോൺടെസ്റ്റ് നടത്തിയിരുന്നത് മൈജി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആ കോൺടെസ്റ്റിൽ പങ്കെടുത്തു, വീഡിയോ അയച്ചു. അങ്ങനെ പിന്നെ അതിൽ നിന്ന് സെലക്റ്റായി വിവിധ ഓഡീഷൻ ഘട്ടങ്ങൾ കടന്നാണ് ബിഗ് ബോസിലേക്ക് എത്തിയത്. അതാണ് എൻ്റെ ഒരു ബിഗ് ബോസ് ജേണി എന്ന് പറയുന്നത്. ബിഗ് ബോസിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കുറേ നാളുകളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. പക്ഷേ അത് ഇത്ര എന്താ പറയുക, ഈ സീസണിലേക്ക് എനിക്ക് കടന്നു വരാൻ പറ്റുമെന്നൊന്നും 100% എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ട്രൈ ചെയ്തു, പക്ഷേ ആ ട്രൈയിൽ തന്നെ കിട്ടി എന്നുള്ളതാണ്. അതൊരു വലിയൊരു സന്തോഷം. ഇനി എന്താ, കുറേ പേരുണ്ടല്ലോ. ഹായ് അനീഷ് ചേട്ടാ, ഞാൻ ബിന്ദു സുനിൽ, എനിക്കൊരു ഹായ് തരുമോ? ഹായ് തന്നിരിക്കുന്നു. ഹായ് ഹായ് ഹായ്. ഞങ്ങളുടെ സ്വന്തമാണ്, ഒരുപാട് ഇഷ്ടമാണ്, എന്നും ഞങ്ങളുടെ കൂടെ വേണം. മാധവ്, തീർച്ചയായിട്ടും എന്നും കൂടെ ഉണ്ടായിരിക്കും. അടുത്ത പുസ്തകം എപ്പോഴാണ് എഴുതുന്നത്? അടുത്ത പുസ്തകം ഓൾറെഡി എഴുതി കഴിഞ്ഞു. 1 മാസത്തിനുള്ളിൽ അടുത്ത പുസ്തകം റിലീസിങ് ഉണ്ടായിരിക്കും. അതൊരു അനൗൺസ്മെൻ്റ് ആയിട്ട് പറയണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മോൾക്കൊരു ഹായ് പറയാമോ? പേര് ശിവാനി, അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ശിവാനിക്കുട്ടി ഹായ്. ശിവാനിക്കുട്ടിക്ക് ഒരു ഹായ്, ബിഗ് ഹായ്. ഓക്കെ, ഒരു എന്താണ് ബിഗ് ഫാൻ. ഓക്കെ. പിന്നെ ഹലോ ഷെയ്ഡ്സ് ഓഫ് ഇഷാഷ് എന്താണ്? ഹായ് അനീഷേട്ട, എൻ്റെ പേര് ആൻഡ്രീസ, ഹായ് തരുമോ? ആൻഡ്രീസ ഹായ്. അനീഷേട്ട ഒരു ഹായ് തരുമോ? പേരും കൂടി ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു കേട്ടോ, എന്നാലാണ് എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അനീഷേട്ട ഫുഡ് നന്നായി കഴിച്ച് എന്താണ് പോയി അപ്പോഴേ ഡെയിലി വ്ളോഗ് തുടങ്ങുമോ?